ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറിയും കൂടി ഇരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം മനസ്സിന് ഒരു സമാധാനമായിട്ട് ഇരിക്കുകയെന്ന് എനിക്കിപ്പോൾ പറയാൻ പേടിയാണ്. സമാധാനമായിട്ട് നമ്മൾ ഇരിക്കുകയെന്ന് പറഞ്ഞാലും ഏത് നിമിഷം മാറ്റങ്ങൾ വരികയെന്നറിയില്ല. എന്തായാലും രാവിലെ തന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇഡ്ഡലിക്കാണ് മാവ് അരച്ച് വെച്ചേക്കുന്നത് കേട്ടോ. മാവൊക്കെ അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വയ്ക്കും. അതുപോലെ തന്നെ മാവൊക്കെ ഇഡ്ഡലി തട്ടിലേക്ക് ആക്കിയിട്ട് ഇഡ്ഡലി തട്ട് പാത്രം അടുപ്പത്ത് വെച്ചു. അതെ 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇഡ്ഡലി കാണാൻ ഗുമ്മില്ലാന്നേ ഉള്ളൂ, നല്ല സോഫ്റ്റ് ഇഡ്ഡലി കേട്ടോ. സലീം കുമാർ സിനിമയിൽ പറയുന്നത് പോലെ. അപ്പോൾ കണ്ടോ, നമ്മൾ ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ കാണാം കൈകൊണ്ട് ഇങ്ങനെ അടർത്തിയാൽ പോരുന്ന്. അപ്പോൾ അങ്ങനെ തന്നെ കൈകൊണ്ട് ഇങ്ങനെ അടർത്തിയെടുത്താൽ പോരുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു എന്ന് മാത്രം. നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുക ഞാൻ പറയാറുണ്ട്. അപ്പോൾ അരിപ്പൊടി കൊണ്ട് തന്നെയാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കേട്ടോ. പച്ചരി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടാതെയൊക്കെ ആയപ്പോൾ ഞാൻ അങ്ങനെ ഇതുപോലെ അരിപ്പൊടി വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിയൊക്കെ എടുത്തു. വീണ്ടും ഞാൻ ഒരു തട്ടും കൂടി വെച്ചു. പിന്നെ ഒരടുപ്പത്ത് ഞാൻ പയർ ഉപ്പേരിക്ക് വെച്ചിട്ടുണ്ട്. പയർ ഉപ്പേരി അങ്ങനെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല കുറുന്നനുള്ള സാമ്പാറാണ്. അപ്പോൾ ഇത് ചട്നി അരച്ചിട്ടുണ്ട്. ചട്നിക്ക് വറുത്തിടാനായിട്ട് കടുകും മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ചട്നിയിലേക്ക് അത് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചട്നി പരിപാടി കഴിഞ്ഞു. ഇനി സാമ്പാറിലേക്ക് വറുത്തിടുകയാണ്. അപ്പോൾ ചട്നി ഇവിടെ നല്ല സെറ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കടുകും ജീരകവും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടാൽ വറുത്തിട്ടിരിക്കണം. അപ്പോൾ അങ്ങനെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. നിങ്ങളായിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ പങ്കുവയ്ക്കാം. എല്ലാം കഴിഞ്ഞു. സമാധാനമായിട്ട് ഇരിക്കട്ടെ. അമ്മയ്ക്ക് ടിഫിനൊക്കെ കൊടുത്തു, മെഡിസിൻ കൊടുത്തു. ഇനി കുളിപ്പിക്കാനായിട്ട് നോക്കട്ടെ. ഇത് തൈലൊക്കെ പുരട്ടി ഉമ്മർത്തിരുത്തിയ സമയം കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് ഷിവറിങ് വന്നപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഒന്നത് യൂറിനറി ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ സോഡിയം കുറഞ്ഞിട്ട്, അതും അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളെ കൊണ്ട് എന്നുള്ളത്. അല്ലാതെ ഇപ്പോൾ വെറുതെ ഷിവറിങ് വരില്ലല്ലോ. അപ്പോൾ ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട. നമ്മൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കി, ഫാനൊക്കെ ഓഫാക്കിയിട്ട് ഇരുത്തി നോക്കി. അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വെച്ചിട്ട് ഞങ്ങൾ ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടാണ്. അവിടെ ചെന്ന് ഡോക്ടർ റൗണ്ട്സൊക്കെ കഴിഞ്ഞ് നമ്മളെ വന്ന് കണ്ടു. ഞാൻ പറയണേ, ധൃതിയിൽ ചുരിദാറൊക്കെ എടുത്തിട്ടു, ചുരിദാറിൻ്റെ പാൻറ്റൊക്കെ തിരിച്ചിട്ടിട്ട് ഓർഡർ ചെയ്തിട്ടോ. കാരണം നമുക്ക് ടെൻഷനായപ്പോൾ പിന്നെ അങ്ങനെ. പിന്നെ അവിടെ ചെന്ന് 2-3 പേഷ്യൻ്റിനെയൊക്കെ വേറെയും കാണും. ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ചില സമയങ്ങളിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുള്ള പേഷ്യൻ്റിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് അപ്പോൾ ശരീരമൊക്കെ ഇങ്ങനെ കുഴയും, വയ്യാന്ന് തോന്നും, തല ചുറ്റുക. പിന്നെ എനിക്ക് ആകെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ തോന്നും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ മാനസികമായിട്ട് നമുക്ക് അമ്മയെ കൊണ്ടുപോയി ഒരു കുറച്ച് ദിവസം പോലും ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഒരു സമാധാനമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ആകുമ്പോൾ എന്താ പറയണ്ടേ അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ എന്നുള്ളത് അറിയണില്ല കേട്ടോ. അപ്പോൾ പിന്നെയും ഷിവറിങ്. അപ്പോൾ അബി എന്നോട് പറഞ്ഞു, ഇനി വെച്ചുകൊണ്ടിരിക്കണ്ട, നമുക്ക് വേഗം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അപ്പോൾ വിളിച്ചു ചോദിച്ചു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാനൊന്നുമില്ല, കാരണം ഡോക്ടർ എത്ര സമയം ആവണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി. പിന്നെ ഇന്നലെ പോയിട്ട് നമ്മൾ റിസൾട്ട് കാണിക്കാനൊക്കെ പോയതല്ലേ. അപ്പോൾ OP കാർഡൊക്കെ ഇന്നലെ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഡേറ്റ് ഉണ്ടല്ലോ, ദിവസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വേഗം പോയിട്ട് ഞാൻ നമ്പറൊക്കെ എടുത്തു. നമ്പർ വേണ്ട, അവിടെ ഒബ്സർവേഷനിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് നോക്കുക. അങ്ങനെ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നെങ്കിൽ നമുക്ക് ഓർമ്മക്കുറവുള്ളതല്ലേ അമ്മയ്ക്ക്, അപ്പോൾ അതിൻ്റേതായ എന്തെങ്കിലും ആയിരിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലൈമറ്റ് പെട്ടെന്നൊന്ന് ചേഞ്ച് ആയി, ഇപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വീണ്ടും വന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കേണ്ടി വരും. എന്തായാലും യൂറിൻ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ എന്തോ ഭാഗ്യത്തിന് വെള്ളം കുപ്പിയൊക്കെ ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കൊടുത്തു. ചെന്ന് കുറച്ച് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ യൂറിൻ എടുക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ അങ്ങനെ യൂറിൻ കൊടുത്തപ്പോൾ പസൽസ് ഉണ്ട്. പക്ഷേ ന്യൂമറസ് അല്ല, ബാക്ടീരിയ ഇല്ല, എന്നാലും പസൽസ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ അതിൻ്റെ തന്നെ ആയിരിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലൈമറ്റിൻ്റെയും ആയിരിക്കാം. ഇനി അങ്ങനെ ഷിവറിങ് കാണുക വെച്ചാൽ ഒരു ഗുളിക എഴുതിയിട്ടുണ്ട്, അത് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തൽക്കാലം എനിക്കിപ്പോൾ ഈ പസൽസ് ഉണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ വീണ്ടും എനിക്ക് ടെൻഷനായി കേട്ടോ. ഞാനിങ്ങനെ OPയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ആകെ ഇങ്ങനെ വിഷമം, തല ചുറ്റുക, അങ്ങനെ തലവേദനിക്കോ, അങ്ങനെ നമ്മളിങ്ങനെ കുഴഞ്ഞ് വീഴാൻ പോണ പോലെ എനിക്കിങ്ങനെ തോന്നുക കേട്ടോ. അപ്പോൾ നമുക്ക് ആരും ആ സമയങ്ങളിലേക്കാണ് നമുക്കൊരാളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്കൊരാളില്ല, അല്ലെങ്കിൽ നമുക്ക് അഭിയുണ്ട്, അതുകൊണ്ട് അതല്ല പറയുന്നത് കേട്ടോ. എന്നാലും നമുക്ക് അവന് ഡ്യൂട്ടിയുടെ ഇടയിൽ കൂടെയാണ് അവൻ നമ്മുടെ കാര്യങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, പരമാവധി ഞാൻ അവനെ ഒഴിവാക്കും. ഇന്നലെ ഇപ്പോൾ റിസൾട്ട് കാണിക്കാൻ പോകുമ്പോൾ ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് തന്നെ വന്നു കേട്ടോ. കാരണം അവന് ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ പോകാം അല്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകാമെന്നൊക്കെ അപ്പോൾ പറഞ്ഞ് നിൽക്കണം നേരം ഞാൻ ഡ്രസ്സ് മാറി വരുമ്പോൾ ചിലപ്പോൾ അവന് മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ അവനോട് പറയാറില്ല കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു തൽക്കാലം ഇപ്പോൾ വേറെ ഒന്നും വേണ്ട, ഈ മെഡിസിൻ തന്നെ മതി, ഇനി എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നോളൂ, അതുപോലെ ഇങ്ങനെ ഷിവറിങ് തോന്നിട്ട് ഈ മെഡിസിൻ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അപ്പോൾ അദ്ദേഹം നമ്മൾ ജസ്റ്റ് വീട്ടിലെത്തി.
ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, ഇനി കുളിക്കണം. അപ്പോൾ അമ്മേനെ കുളിപ്പിച്ചു കേട്ടോ. വന്നിട്ട് തൈലൊക്കെ പറ്റിയിട്ടല്ലേ കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ തൈലൊക്കെ വേഗം ഒരു തുണി എടുത്താണ്ട് തുടച്ചു എന്നിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇതിപ്പോൾ വന്ന് കുളിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇതിലും ഇത് ഞാൻ എന്താ ചെയ്യേണ്ടത്, സാറ് പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ചെയ്ത് പോകുന്നുണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, വിഷമിക്കണ്ട, എന്താ ചെയ്യാം, അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന കാരണം കൊണ്ടാണ് ന്യൂമറസ് അല്ലാതെയും ബാക്ടീരിയ ഇല്ലാതെയും പസിൽസ് മാത്രമായിട്ട് അപ്പോൾ കാണാമല്ലോ. എന്തായാലും കൾച്ചറിന് കൊടുക്കാം, നമുക്ക് 4 ദിവസം കഴിഞ്ഞാൽ കൾച്ചറിന് കൊടുത്തോളൂ, ചെയ്യാം നമുക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോന്നിട്ടുണ്ട്. ഇനി ഒന്നും ഇല്ലാതിരിക്കട്ടെ, നമുക്ക് മനസ്സമാധാനമായിട്ട് അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഒന്നിരിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഏത് നിമിഷം നമുക്ക് ഓടേണ്ടി വരിക, അങ്ങനെ ആ ഒരു ടെൻഷനാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അതെങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഞാൻ തിരക്കിലാണ്. കാരണം വീട്ടുപണികൾ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, എന്ത് അടുക്കളപ്പണി ചെയ്യാച്ചാലും എൻ്റെ ഒരു കണ്ണ് അമ്മയുടെ ദേഹത്താണ്. കാരണം ബാത്റൂമിലേക്ക് നമ്മൾ കൊണ്ടുപോകണം, പിടിച്ച് കൊണ്ടുപോകും, അല്ലെങ്കിൽ അമ്മ നമ്മൾ കാണാതെ ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ എനിക്ക് പേടിച്ചിട്ടാണ്. അങ്ങനെ മനസ്സമാധാനം ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ എനിക്ക് എൻ്റേതായ തിരക്കുകളുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്നിട്ടും ഇതിൻ്റെയും ഇടയിൽ കൂടെയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. കാരണം എനിക്കൊരു മനസ്സമാധാനം, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, ഒരു ജീവിതത്തിൽ എൻ്റെ മൈൻഡ് ഒരു മാറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ ഞാൻ വീഡിയോസ് ഇടുമ്പോഴാണ്. അപ്പോൾ ആ വീഡിയോസ് നമുക്ക് വ്യൂസ് ഉണ്ടോ ഇല്ല ഇതൊന്നും ഞാൻ നോക്കണില്ല, അല്ലെങ്കിൽ എനിക്ക് വരുമാനം ഇല്ല ഇതൊന്നും ഞാൻ നോക്കണില്ല. കാരണം എനിക്കൊരാശ്വാസം, എൻ്റെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സംതൃപ്തി, ഇപ്പോൾ ഇത് മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. ഇങ്ങനെ വീഡിയോസ് ഉണ്ട്, അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ഇട്ട് പോകുന്നത് കേട്ടോ. അത്രയും എനിക്ക് സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ട് മാത്രമാണ് ഞാൻ ഇടാതിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ വീഡിയോസായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.